ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ഗൗരി ശങ്കരം ഇന്നത്തോടെ അവസാനിക്കുകയാണ്. അപ്പൊ ക്ലൈമാക്സ് എപ്പിസോഡാണ് ഇന്ന് വരാനുള്ളത് കേട്ടോ. അപ്പൊ ഒരെണ്ണമല്ല, ഇത് കഴിഞ്ഞിട്ട് ഓരോ എപ്പിസോഡുകൂടെ ഉണ്ട്. അപ്പൊ 2 എപ്പിസോഡുകളാണ് നമ്മുടെ ഗൗരി ശങ്കരത്തിന് ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശരവണൻ, അതായത് നമ്മുടെ ശങ്കറിന്റെ മകൻ വളർന്ന ഒരു എന്താ പറയുക, ഒരു കൊച്ചുകുട്ടി, ഒരു 7-8 പഠിക്കുന്ന കുട്ടിയുടെ അത്ര ആകുകയാണ്. അപ്പൊ നമ്മുടെ കമല ശരവണ, എടാ ശരവണ എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോഴാണ് ആളൊരു കള്ളച്ചിരിയൊക്കെ ആയിട്ട് നമ്മുടെ ശങ്കർ ബായ് കുറിയൊക്കെ തൊടുന്നത് പോലെ കുറിയൊക്കെ തൊട്ട് ആൾ അങ്ങോട്ടേക്ക് വരികയാണ്. നമ്മുടെ മാസ് എൻട്രി നമ്മുടെ ശരവണൻ തന്നെ. കമലമ്മേ എന്ന് വിളിച്ചോണ്ടാണ് വരവ്. ഒരു കാര്യം അറിയോ കമലാമ്മയ്ക്ക്? എന്താണാവോ ഇത്തവണ പൂരത്തിന് ശങ്കർബായി എന്താണേലും ഇത്തവണ ലാൻഡ് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു. പൂരത്തിന്റെ പിറ്റേ ദിവസം തൊട്ട് ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യം ഉത്സവമാണ്. 10 ദിവസമാണേ. അപ്പൊ 10 ദിവസം നോക്കിക്കോ, ഞാൻ ശങ്കർബായിയുടെ കൂടെ ഒരു പൊളിക്കൂട്ടോ. ഓരോ തവണയും പൂരം തുടങ്ങുമ്പോ ശങ്കർ വരും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷെ ഒരു തവണ പോലും ശങ്കർ വന്നില്ലല്ലോടാ. ഇത്ര വർഷമായി നമ്മൾ ഇതുവരെ അവന് വേണ്ടിയിട്ടുള്ള ആ കാത്തിരിപ്പ്. എല്ലാ തവണയും പോലെ അല്ല കേട്ടോ. ഇത്തവണയില്ലേ ഒരിക്കലും പഴയതുപോലെ ഒന്നും ആയിരിക്കില്ല കേട്ടോ കമലാമ്മേ. കമലാമ്മ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ കമലാമ്മ ഇങ്ങനെ നിൽക്കണം. അടുത്ത് നമ്മുടെ ശങ്കർ ബായി ലാൻഡ് ചെയ്യും. പിന്നെ എന്തൊട്ടാ ഉണ്ടാവണെന്നറിയോ? ഇല്ല, മോൻ പറഞ്ഞാലല്ലേ കമലമ്മയ്ക്ക് അറിയാൻ പറ്റുള്ളൂ. പറഞ്ഞു തരാലോ. ഞാനുണ്ടല്ലോ ഈ ശരവണൻ. ആ പറ. എന്നിട്ട് നമ്മുടെ ചുള്ള ശങ്കർ ബായി ഇല്ലേ കമലാമ്മേ, ആ ചുള്ളന്റെ തോളി കയറി ഇരുന്നിട്ട് ഇലഞ്ഞിത്തറ മേളത്തിനൊപ്പം ഒരു പെടയുണ്ടിട്ടോ. ആ വടക്ക് നാഥനെ നോക്കിയൊരു നിപ്പുണ്ടിന്റെ കമലാമേ. ഓ, അച്ഛന്റെ തോളി കയറി ഇരുന്ന് പൂരം കാണുന്നുള്ള ആശ കൊണ്ടല്ലേ നീ ഇതുവരെ വടക്കുനാഥന്റെ മുന്നിലേക്ക് പോവാതിരിക്കുന്നത്? കമലാമേ, വടക്കുനാഥന്റെ അടുത്തേക്ക് ഈ ശരവണൻ പോകണം എങ്കില് എന്റെ അച്ഛൻ ശങ്കർ ബായി കൂടെ വേണം എന്ന് ഈ ശരവണന്റെ ഒരു വാശിയാ കേട്ടോ. എങ്കിൽ മാത്രമേ ശരവണൻ പോവുള്ളൂ എന്ന് പറഞ്ഞു. ആ വാശി വടക്കുനാഥന്റെ അടുത്തേക്ക് പോണതിന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ പൂരത്തിന്റെ കാര്യത്തിൽ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് തൃശ്ശൂർ പൂരമായാലും ഉത്രാളിക്കാവ് പൂരം ആയാലും നമ്മള് പെട്ടയ്ക്കും കമലാമേ. പൂരം എന്ന് പറഞ്ഞ ഒരു വേറൊരു വൈബ് തന്നെയല്ലേ. നമ്മളെ മേളമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നാടൻപാട്ടൊക്കെ പാടി ആഹാ, നമ്മുടെ അജിത്ത് പാപ്പന്റെയും ജോജു പാപ്പന്റെയും കൂടെയൊക്കെയുള്ള പൂരം കാണുമുണ്ടല്ലോ, ആ ഒരു സുഖം എന്റെ അമ്മോ, അതൊരു പെട്ട ഐറ്റം തന്നെ കേട്ടോ കമലാമ്മേ. അതാ വൈബ്. എന്തിനാ ചിരിക്കണത്? എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിച്ചു. അജിത്ത് പാപ്പനും ജോജു പാപ്പനും ഒക്കെ ഈ ശരവണൻ എന്ന് പറഞ്ഞാ ഭയങ്കര ജീവനാന്നേ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ലടാ, നീ ഇങ്ങനെ പൂരത്തിനെ പറ്റി പറയുമ്പോ ശങ്കർ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയാ എനിക്ക് തോന്നണത് എന്റെ കമലാമ്മേ. അതിപ്പോ തൃശ്ശൂർ കടിയില്ലേ നമ്മുടെ ആ ശങ്കർബായി, ആ ചുള്ളന്റെ ഒരേ ഒരു സന്തതിയല്ലേ ഞാൻ. പിന്നെ സെയിം DNA. അപ്പൊ പിന്നെ ഇങ്ങനെയാകാണ്ട് വഴിയുണ്ടോ കമലാമ്മേ? പറയ. അപ്പൊ ഈ കമലയും ശരവണനോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. നമ്മുടെ ശങ്കർബായി ലാൻഡ് ചെയ്യുമ്പോ എനിക്കൊരു ആഗ്രഹം പറയാനുണ്ട് കേട്ടോ. എന്നിട്ടാന്നറിയോ? എനിക്കെങ്ങനെ അറിയാം? നീ പറയാ. വേറൊന്നും അല്ലട്ടോ, എനിക്ക് ഒരു ആനയെ വേണം. ആനയോ? ആ, ആന കേട്ടില്ലേ കമലാമ്മ? ആനയെ തന്നെ വേണം. നമ്മുടെ കുടുംബത്ത് ഒരു ആനയുള്ളത് ഒരു ഐശ്വര്യം തന്നെയല്ലേ. ആ ആനയ്ക്ക് ഞാൻ ഒരു പേരിടും. എന്താന്നറിയോ? ഇല്ല, ചാരങ്ങാട്ട് കുട്ടിശങ്കരൻ. അങ്ങനെ ആയിരിക്കും കേട്ടോ. ഓരോ ആനയ്ക്ക് ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. അത് കമലാമ്മയ്ക്ക് അറിയോ? ഇല്ലല്ലേ? എങ്കിൽ നല്ലൊരു ആനയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ? ദേ, അതിങ്ങനെ ഒരു കൊമ്പുണ്ടല്ലോ, ഇങ്ങനെ വളഞ്ഞിങ്ങനെ. എന്നിട്ട് ആനയെ പറ്റി ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കുകയാണ് നമ്മുടെ കമലയ്ക്ക്. പിന്നെ കാണുന്നത് നമ്മുടെ ശരവണൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ. ആകെ സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതേ കമലാമ്മ അങ്ങോട്ടേക്ക് വന്നു. മോനെ എന്താടാ എന്ന് ചോദിച്ചോ. ശരിക്കും ഇത്തവണ പൂരത്തിനും നമ്മുടെ ശങ്കർബായി വന്നില്ല കേട്ടോ. എല്ലാണെങ്കിലും ഫുൾ ടീംസും ഫുൾ മൂഡും പോയി കമലാമ്മേ. അജിത്ത് പാപ്പനും ജോജു പാപ്പനും ഒക്കെ പൂരപ്പറമ്പിൽ ഫുള്ള് നോക്കി. പക്ഷെ നമ്മുടെ ശങ്കർബായി എത്തിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. നാളെ തൊട്ട് ഇരിങ്ങാലക്കുട ഉത്സവം തുടങ്ങുക. ആരായി നീ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാ കമലാമ്മേ? സാരമില്ല മോനെ, അടുത്ത പൂരത്തിന് നിന്റെ ശങ്കർബായി വരൂടാ, നീ സങ്കടപ്പെടാതെ. കമലാമ്മേ എന്താ മോനെ എന്ന് ചോദിച്ചു. നമ്മുടെ അമ്മയ്ക്ക്
ആകെ വിഷമായിട്ടുണ്ടാവും അല്ലേ കമലാമേ എന്ന് ചോദിച്ചു. അപ്പൊ ഗൗരിയുടെ കാര്യം, ഗൗരി ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് തന്നെ ആ ഒരു ശബ്ദം, നമ്മുടെ ശരവണനാള് പൊളിയാണ്, എടി പഠിപ്പിക്കൊച്ചേ എന്നൊരു വിളി. അപ്പൊ വേഗം നോക്കുമ്പോ നമ്മുടെ ശരവണനാണ് ശബ്ദം മാറ്റി അപ്പന്റെ ശബ്ദത്തിൽ സംസാരിക്കുകയാണ്, ശങ്കറിന്റെ. അപ്പൊ വേഗം തന്നെ ആള് എടി പഠിപ്പിക്കൊച്ചേ എന്നൊക്കെ വിളിച്ചോണ്ട് വരുവാണ്. എന്റെ പൊന്നു ഗൗരി, ദേ വിഷമിക്കൊന്നും വേണ്ടട്ടോ, ഉറപ്പായിട്ടും അടുത്ത പൂരത്തിന് നമ്മുടെ ശങ്കർബായി ലാൻഡ് ചെയ്യൂന്നേ, സമാധാനിക്കെന്റെ കിടാവേ എന്ന് പറഞ്ഞു. അപ്പൊ ഗൗരി ശരവണനെ കെട്ടിപ്പിടിച്ച് കരയാണ്. കരയാന്നേ, വരുന്നേ, നമ്മുടെ ശങ്കർബായി നമ്മളെ കാണാൻ വരുന്നേ. എന്തുട്ടാ എന്റെ കിടാവ് ഇങ്ങനെ കരയണത് എന്ന് ചോദിച്ചോ. ദേ ഈ ശരവണൻ ഒരു കാര്യം പറഞ്ഞാല് അത് അതേപോലെ തന്നെ നടക്കുമെന്ന് എന്റെ അമ്മയ്ക്കറിയാലോ. അറിയാം എന്ന് പറഞ്ഞു. എങ്കിലേ എന്നാ ഈ ശരവണനായി പറയണത്, ദേ നമ്മുടെ ശങ്കർബായി ഉറപ്പായിട്ടും നമ്മളെ അടുത്ത പൂരത്തിന് മുൻപ് തൃശ്ശൂർക്ക് ലാൻഡ് ചെയ്തിരിക്കും. അല്ലാണ്ട് ആ ചുള്ളനെ എവിടേക്ക് പോവാനാ എന്റെ ഗൗരിയെ എന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നെ ചേർത്ത് പിടിച്ച് നിൽക്കുക കേട്ടോ. നിന്റെ അച്ഛൻ എവിടെയാന്ന് എനിക്ക് അറിയില്ല മോനെ, പക്ഷെ എവിടെയാണെങ്കിലും എന്റെ ശങ്കർ എന്നെ കുറിച്ച് എന്താണേലും ഓർക്കുന്നുണ്ടാവോ. അമ്മ കാത്തിരിക്കുന്ന കാര്യം ശങ്കർബായിക്ക് അറിയാതിരിക്കില്ല. നീ നോക്കിക്കോ, ഒരു ദിവസം എന്റെ ഗൗരി എന്ന് വിളിച്ചോണ്ട് നിന്റെ അച്ഛൻ എന്റെ മുന്നിലേക്ക് വരും, നീ കണ്ടോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓടിക്കേറി വരുമ്പോഴേ എന്റെ ശങ്കർ എന്ന് പറഞ്ഞോണ്ട് അമ്മ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തേക്കരുത് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണത്, നീ പറ. ശങ്കർബായിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ശിക്ഷ കൊടുക്കണം കേട്ടോ, ചെവിക്ക് പിടിച്ച് തിരിക്കണം, മനസ്സിലായോ? നമ്മളെ അമ്മയും മോനെയും ഇത്ര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കണ്ടില്ലെങ്കിലേ നമ്മുടെ ശങ്കർബായി വഴി തെറ്റിപ്പോവും. അതാ പറഞ്ഞത്, അമ്മയ്ക്ക് മനസ്സിലായോ? ശരി ആയിക്കോട്ടെ. എന്റെ പൊന്നു ശങ്കർബായി ഒന്ന് വേഗം വായോ എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ശരവണന്റെ ഇരിപ്പ്. ഇനി ആ പായസം അങ്ങ് കഴിച്ച എന്റെ മോള് എന്ന് പറഞ്ഞ് ഗൗരിക്ക് ഇതൊക്കെ വാരി കൊടുക്കണം. അപ്പൊ പിന്നെ കാണുന്നത് കമലേനെയും നമ്മുടെ ശരവണനെയാണ്. കമലാമ്മ എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? വേണിച്ചെറിയമ്മയുടെ കഥ. നമ്മുടെ വേണിച്ചെറിയമ്മ എന്തിനാ ബോധം കെട്ട് വീണത്? അജിത്തി പാപ്പനും ജോജു പാപ്പനും വേണിച്ചെറിയമ്മയോട് എന്തിട്ടാ പറഞ്ഞത്? ഒന്ന് പറ. കുഞ്ഞല്ലേ, നീ എന്തിനാ അതൊക്കെ അറിയുന്നത് എന്ന് ചോദിച്ചോ. എനിക്കത് അറിയണം കേട്ടോ, പറഞ്ഞേ പറ്റുള്ളൂ. അമ്മയോട് ചോദിച്ചാ അമ്മയുടെ സ്വഭാവം കമലാമ്മയ്ക്ക് അറിയാലോ. അമ്മ എനിക്ക് ഒന്നും പറഞ്ഞു തരാറില്ല, അതുകൊണ്ടാ കുട്ടിയല്ലേ, അറിയേണ്ട പ്രായത്തിൽ അറിഞ്ഞാ മതി എന്നൊക്കെയാ അമ്മ പറയാറ്. കമലാമ്മയെങ്കിലും ഒന്ന് പറഞ്ഞതാ കമലാമ്മ. വേണിച്ചെറിയമ്മയ്ക്ക് നമ്മുടെ മുത്തശ്ശൻ ചാരങ്ങാട്ട് മഹാദേവനോട് ഇത്രയും ദേഷ്യവും പകയും ഒക്കെ ഉണ്ടാവാൻ കാരണം എന്തുട്ടാ? പറ കമലാമ്മേ. എല്ലാം തുടങ്ങി വെച്ചത് നിന്റെ മുത്തശ്ശൻ ചാരങ്ങാട്ട് മഹാദേവൻ തന്നെയാ മോനെ എന്ന് പറഞ്ഞു. വേണിയെ അടിമുടി തകർത്ത് കളഞ്ഞത് നിന്റെ മുത്തശ്ശൻ തന്നെയാ. മുത്തശ്ശനോ എന്ന് ചോദിച്ചു. നമ്മുടെ മുത്തശ്ശന് ഏറ്റവും ഇഷ്ടം വേണിച്ചെറിയമ്മനെ ആയിരുന്നില്ലേ? പിന്നെ ആ വേണിച്ചെറിയമ്മ മുത്തശ്ശനോ എന്തിട്ടാ ചെയ്തത് എന്ന് ചോദിച്ചു. മുത്തശ്ശനെ പറ്റിയും നമ്മുടെ ചാരങ്ങാട്ട് തറവാടിനെ പറ്റിയും കേട്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഇന്ന് വരെ മുത്തശ്ശനെയോ ചാരങ്ങാട്ട് വീട്ടിലെ ബാക്കിയുള്ള ആൾക്കാരെയോ ആരെയും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഒന്ന് പറ കമലാമ്മേ. വേണിച്ചെറിയമ്മേ അടിമുടി തകർത്തു കളഞ്ഞു എന്ന് പറഞ്ഞ എന്തുട്ടാപ്പോ ഉണ്ടായതോ? ഒന്ന് പറ. അച്ഛനും ചാരങ്ങാട്ട് മഹാദേവനും വീട്ടുകാരും ഒക്കെ ചേർന്ന് അടിമുടി തകർക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ലക്ഷ്യം നേടാനുള്ള ആ ഒരു മനസ്സ് വേണിയെ സൃഷ്ടിച്ചെടുത്തു. പക്ഷെ അതിനുവേണ്ടി ആദർശ് അവന്റെ ജീവിതം തന്നെ തീരെഴുതി കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ജീവശവമായി ആദർശിനെയാണ് വേണി എന്ന് ആ ഒരു ആള് ഉയർന്നു വന്നത് എന്ന് പറയാം. ശേഖരൻ വല്യച്ഛന്റെ ഫോൺ വന്ന അന്ന് രാത്രിയില് ആദർശ് ശേഖരൻ വല്യച്ഛനെ കാണാൻ പോയതാണ്. പക്ഷെ പിന്നീട് 3 ദിവസങ്ങൾക്ക് ശേഷം അതിനുശേഷം ജീവശവമായ നിലയിൽ മാത്രമാണ് ആദർശിനെ വേണിക്ക് തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞു. ആദർശ് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു വേണി പോലീസ് ടെസ്റ്റ് എഴുതുകയും പാസ്സാവുകയും ഒക്കെ ചെയ്തത്. വേണി ആ ജോലിക്ക് പോവില്ല, ടെസ്റ്റിന് പോവില്ല എന്നാ കരുതിയത്. പക്ഷെ നമ്മുടെ പ്രൊഫസറുടെ നിർബന്ധത്തിനും ആദർശിന്റെ സ്വപ്നത്തിനും വേണ്ടിയിട്ട് വേണി ആ പരീക്ഷ എഴുതാൻ തയ്യാറാകുകയും ചെയ്തു. അങ്ങനെ എന്നിട്ട് വേണിച്ചെറിയമ്മ ജയിച്ചോ? പിന്നെ വേണിച്ചെറിയമ്മ പരീക്ഷ ജയിച്ചു എന്ന് മാത്രമല്ല, ആദർശിനോട് ചെയ്ത ക്രൂരതയ്ക്ക് വേണ്ടി പ്രതികാരവും വീട്ടി. അങ്ങനെ എങ്ങനെ എന്ന് ചോദിച്ചു. നിന്റെ ശേഖര ബലിച്ചനെ ചാരങ്ങാട്ട് വീട്ടിൽ നിന്ന് വേണിച്ചെറിയമ്മ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ആണോ?
എന്നിട്ട് ശേഖരൻ വലിയച്ഛൻ ഇപ്പോഴും ശിക്ഷിക്കപ്പെടുവാണോ, ശിക്ഷ കിട്ടിയോ എന്നായിരുന്നു പിന്നത്തെ ചോദ്യം ശരവണന്റെ. അപ്പൊ പിന്നെ കമല ഇങ്ങനെ നടന്ന കഥകള് നമ്മുടെ ശരവണനോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ കാണുന്നത് നമ്മുടെ വക്കീലിനെയാണ്. ഗൗരിയെ പ്രധാനപ്പെട്ട ഒരു കേസ് ഞാൻ ഏൽപ്പിക്കാൻ പോവാണ്. എന്താ സർ എന്ന് ചോദിച്ചു. എന്താ പറയാം, അതിനു മുൻപ് ഞാൻ തന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചോ സർ. വാട്ട് ഈസ് ദ എത്തിക്സ് ഓഫ് ദ ആൻ അഡ്വക്കേറ്റ്സ്, എന്താണ് എന്ന് ചോദിച്ചു. ഒരു അഡ്വക്കേറ്റിന്റെ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്വക്കേറ്റ് സ്വന്തം കക്ഷിക്ക് വേണ്ടിയിട്ട് വാദിക്കുക, എന്ത് വില കൊടുത്തും തന്റെ കക്ഷിയെ വിജയിപ്പിക്കുക. അത് തന്നെയല്ലേ അഡ്വക്കേറ്റിന്റെ എത്തിക്സ്? അത് തന്നെയാണ്. പക്ഷേ ഞാൻ ചോദിച്ചത് അതല്ല ഗൗരി, കേസുകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ അഡ്വക്കേറ്റിന്റെ മാനദണ്ഡം എന്തായിരിക്കണം എന്നാണ്. അത് ഓരോ വ്യക്തിക്കും അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ സർ. ശരി, എന്താ ഒരു കേസ് എടുക്കാൻ വേണ്ടി ഗൗരി കാണുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് എന്താ? പ്രധാനമായിട്ടും എന്റെ കക്ഷിയുടെ ഭാഗത്ത് ന്യായവും സത്യവും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഗൗരി പറഞ്ഞു വരുന്നത്, കക്ഷിയുടെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിൽ കക്ഷി ആരാണെങ്കിലും ഗൗരി ആ കേസ് ഏറ്റെടുക്കും എന്നാ, സ്വന്തം കക്ഷിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യും. ശരിയല്ലേ? ഒരു സംശയം വേണ്ട സർ, ഞാൻ ആ കേസ് വാദിച്ചിരിക്കും. എങ്കിൽ ഈ കേസ് ഗൗരി തന്നെ വാദിക്കണം. എന്താ, ഈ കേസ് നമ്മൾ വിജയിക്കുകയും ചെയ്യണം. ഷുവർ സർ. ഞാൻ എന്റെ ഗുരുസ്ഥാനത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ LLB പഠിക്കാനും ഇന്നൊരു വക്കീലായി മാറാനും ഒക്കെ കാരണക്കാരൻ സാർ തന്നെയാണ്. അതുകൊണ്ട് സാറിന് ഞാൻ ഒരിക്കലും മോശം പേരുണ്ടാക്കില്ല. കേസ് വിജയിക്കും. സാർ കേസ് എന്താന്ന് പറഞ്ഞില്ലല്ലോ, പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി ഒരു ഫയൽ എടുത്ത് ഗൗരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഗൗരി ഇത് കണ്ട് ഞെട്ടിപ്പോയി. സർ, ഇതെനിക്ക് പറ്റില്ല സർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വേഗം ഗൗരി അത് അടച്ചു വെച്ചത് കേട്ടോ. സർ, ഞാൻ എങ്ങനെ ഈ കേസ് വാദിക്കുന്നത് എന്ന് ചോദിച്ചു. എന്റെ ആദർശേട്ടൻ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്താൻ കാരണക്കാരനായവർക്ക് വേണ്ടിയിട്ട് ഞാൻ കേസ് വാദിച്ച് ജയിക്കാൻ ഒരിക്കലും പാടില്ല സർ എന്ന് പറഞ്ഞു. എനിക്ക് കേസ് വാദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഗൗരിയോട് ഞാൻ ഇന്ന് വരെ ഒരു ഗുരുദക്ഷിണ ചോദിച്ചിട്ടില്ല. എനിക്ക് ഒരു ഗുരുദക്ഷിണയായി ഗൗരി ഈ കേസ് വാദിച്ച് ജയിക്കണം. പ്ലീസ്, ഇതെന്റെ ഒരു അപേക്ഷയാണ്. പോലീസ് FIRൽ പറയുന്നത് പോലെ അവരായിരിക്കില്ല യഥാർത്ഥ പ്രതികൾ. ഈ കേസിൽ സ്വന്തം കക്ഷിയെ രക്ഷിക്കുക മാത്രമല്ല, യഥാർത്ഥ പ്രതിയെ കണ്ടെത്തേണ്ടതും ഗൗരിയുടെ ഉത്തരവാദിത്തം മാത്രമാണ്. ഗൗരിക്ക് അതിന് കഴിയും എന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഗൗരി പെട്ടുപോയി കേട്ടോ. സാറിനോട് നോ എന്ന് പറയാനും ഗൗരിക്ക് പറ്റില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പത്തെ കോടതിയിലേക്ക് വരികയാണ് ഗൗരി കേസ് വാദിക്കാൻ. അപ്പോഴാണ് നമ്മുടെ വേണി അങ്ങനെ പോകുന്നത്. എന്താ വേണി, നീ എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ മിണ്ടാതെ പോകുന്നത് എന്ന് ചോദിച്ചോ. ദേ, ചാരങ്ങാട്ട് മഹാദേവനും ശേഖരേട്ടനും എന്റെ ആദർശേട്ടന്റെ ശത്രുക്കളാ. അപ്പൊ ആ ശത്രുപാളയത്തിലാ ഗൗരി. നീയും ഇപ്പം ആദർശേട്ടൻ നിന്റെ ഏട്ടൻ അല്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡ് മാത്രമല്ല, എന്റെ ഏട്ടൻ കൂടിയാ. ആ ഏട്ടനോടുള്ള ഒടുക്കത്തെ സ്നേഹം കൊണ്ടായിരിക്കും അല്ലേ എന്റെ ആദർശേട്ടനെ ജീവശവമാക്കിയവർക്ക് വേണ്ടിയിട്ട് നീ കേസ് വാദിക്കുന്നത്. വേണി, തെറ്റ് ചെയ്തവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്, അല്ലാതെ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ സംശയിക്കുന്നവരല്ല. അത് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. എന്റേത് വെറും സംശയം മാത്രമല്ല കേട്ടോ ഗൗരിയെ. ആദർശേട്ടനോട് ഈ നിറവേടി കാണിട്ടത് എന്റെ ഏട്ടൻ ശേഖരൻ തന്നെയാ. വേണി, സത്യമാണ് തെളിയേണ്ടത്. നമുക്ക് സത്യം എന്ന് തോന്നുന്നത് ചിലപ്പോ സത്യമാവണമെന്നില്ല. അത് നീ മനസ്സിലാക്ക. സത്യം തെളിയിക്കണമെന്ന് നിനക്ക് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്റെ കൂടെ നിന്ന് ആദർശേട്ടന് വേണ്ടി വാദിച്ചേനെ. വേണി, ശേഖരേട്ടൻ ഒരുപാട് തെറ്റുകൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദർശേട്ടന്റെ കാര്യത്തില് നിന്റെ ശേഖരേട്ടൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞു. ശേഖരേട്ടൻ അല്ലാണ്ട് പിന്നെ ആരാ എന്റെ ആദർശേട്ടനോട് ഇത്രയും വലിയൊരു ക്രൂരത കാട്ടിയത്? പറയാം, ക്രൂരതയുടെ സ്കെയിൽ വെച്ചറിഞ്ഞ ഇത് ചെയ്യാൻ കഴിയുക ശേഖരേട്ടന് മാത്രം കേട്ടോ. അല്ല വേണി, ഒരിക്കലും അല്ല. ഇത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഇവിടെ യഥാർത്ഥ പ്രതി നിന്റെ ശേഖരേട്ടനല്ല. പിന്നെ ശേഖരേട്ടൻ ശിക്ഷിക്കപ്പെടുന്നത് കൊണ്ട് രക്ഷപ്പെടുന്നത് അവനാ എന്ന് പറഞ്ഞു. ഗൗരി വക്കീലേ, ദേ, നിന്റെ ഈ വക്കീല് ബ്രില്യൻസിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായിട്ടോ. നിനക്ക് പകയും പ്രതികാരം ഒക്കെ ഉള്ള ഒരാളെ ഇതിൽ പ്രതിയാക്കണം. എന്താ, ശരിയല്ലേ? നീ എന്നിട്ട് നിനക്ക് ശേഖരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. സത്യം തെളിയിക്കാൻ മാത്രമേ ഉള്ളൂ. സത്യം നിന്റെ കൺമുന്നിലെ സൂര്യനെ പോലെ തെളിഞ്ഞു നിൽപ്പുണ്ട്. പക്ഷെ ഇനി നീ വല്ലാണ്ട് ബുദ്ധിമുട്ടി അത് തെളിയിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. വേണി, ഈ കേസിലെ യഥാർത്ഥ പ്രതി വേറെ ആരുമാണ്? അവർക്കാണ് ശിക്ഷ കിട്ടേണ്ടത്. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ എനിക്കറിയാം യഥാർത്ഥ പ്രതി ആരാണെന്ന്. അതുകൊണ്ട് തന്നെ എത്ര തെളിവുകൾ നിരത്തി ശേഖരേട്ടൻ നിരപരാധിയാണെന്ന് ശ്രമിച്ചാലും അത് നടക്കില്ല ഗൗരിയെ എന്ന് പറഞ്ഞു. നോക്കാം എന്ന് പറഞ്ഞു.
അയാൾക്ക് ഞാൻ പരമാവധി ശിക്ഷ വാങ്ങി കൊടുത്തിരിക്കും, ഉറപ്പ്. ശേഖരേട്ടന്റെ കേസ് വാദിക്കുന്നത് ഞാനാണെങ്കിൽ ശേഖരേട്ടന്റെ നിരപരാധിത്വം ഞാൻ കോടതിയിൽ തെളിയിച്ചിരിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല, യഥാർത്ഥ പ്രതിയെ കോടതിയുടെ മുന്നിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. പോലീസാണോ വക്കീലാണോ ജയിക്കുന്നതെന്ന് നമുക്ക് കാണാന്നേ. നിനക്കൊരു സംശയം വേണ്ട, ജുഡീഷ്യറി തന്നെ ജയിക്കുള്ളൂ. അതെ, സാധാരണക്കാരന് നീതി നിഷേധിക്കപ്പെടുന്ന ഓരോ മനുഷ്യന്റെയും അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ്. എന്റെ കക്ഷിക്കെതിരെ നീ ഉണ്ടാക്കിയ കള്ളത്തെളിവുകളും സാക്ഷിമൊഴികളും കോടതിയിൽ ഞാൻ പൊളിച്ചടുക്കും. എന്നിട്ട് ആദർശേട്ടന്റെ കേസിലെ യഥാർത്ഥ പ്രതിയെ കോടതിക്ക് മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്യുക തന്നെ ചെയ്യും. ശേഖരനെതിരെ ഞാൻ ഉണ്ടാക്കിയ തെളിവുകൾ അത് കള്ളത്തെളിവുകളാണെന്ന് കോടതിയിൽ നിനക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ, കോടതി ശേഖരേട്ടന്റെ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ട് വിട്ടയച്ചാൽ, പിന്നീടുണ്ടല്ലോ ആ നിമിഷം ഈ വേണി ആദർശുണ്ടല്ലോ, ദേ ഈ കാക്കി കുപ്പായം അത് ഞാൻ ഊരി വെക്കൂട്ടോ എന്ന് പറഞ്ഞു വേണി. എന്താ പോരെ വേണി, നിന്നെ തോൽപ്പിക്കണം എന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല. പക്ഷെ സത്യം അത് നിന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഏതൊരറ്റം വരെയും പോകും, ജയിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞ വേണിയും. അപ്പൊ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് വേണി ഇതേ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ആദർശ് അവിടെ ഉണ്ട് കേട്ടോ. ആദർശേട്ടാ എന്നൊരു വിളി. അപ്പൊ ആദർശ് എഴുന്നേറ്റിട്ട് വേഗം എഴുന്നേറ്റിട്ട് ഒരു സല്യൂട്ട് ചെയ്തു. ആദർശൻ എന്താ പണിയെ കാണിച്ചത്? എന്നെ സല്യൂട്ട് ചെയ്യുന്നതോ? കൈതാത്തിടല്ലേ പറഞ്ഞത്? എന്താ മത്താപ്പ ഇത് എന്ന് ചോദിച്ചു. വേണി, ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് അഭിമാനത്തോടെ നൽകുന്ന സല്യൂട്ടാണിത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത് എന്ന് പറഞ്ഞു. അപ്പൊ വേണി ഇങ്ങനെ നോക്കി നിന്നിട്ട്, അതെ എന്റെ പൊന്നാദർശേട്ടാ, ദേ ഈ വേണി ഉണ്ടല്ലോ, എന്റെ കഴിവ് കൊണ്ടല്ല കേട്ടോ ഞാൻ ഇവിടെ വരെ എത്തിയത്. അറിയാലോ മത്താപ്പിന്, വെറും ഒരു പൊട്ടി പെണ്ണായിരുന്ന എന്നെ എന്നത്തെ ഈ നിലയിൽ എത്തിച്ചത് എന്റെ ആദർശേട്ടൻ മാത്രാട്ടോ. നന്ദിയായിട്ട് ആദർശേട്ടനെ ഞാനല്ലേ സല്യൂട്ട് ചെയ്യേണ്ടത്? ആദർശേട്ടാ, ദേ ഈ തൊപ്പി നിങ്ങൾക്കുള്ളതാ. വേണി, അല്ല വേണി, ഒരിക്കലും അല്ല. ഞാൻ ജീവശവമായി കിടന്ന ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തത്? നീ തന്നെ കഷ്ടപ്പെട്ട് നേടിയതാണ്. ജയിച്ചതും പൊരുതിയതും മുന്നേറിയതും ഒക്കെ നീ തനിച്ചാണ് വേണി. നീ ജീവശവമായിട്ടല്ലേ നിനക്ക് കിട്ടിയിരുന്നത്. പിന്നെ എങ്ങനെയാ വേണി പറ, അങ്ങനെയുള്ള ഞാനാണോ നിന്റെ ഈ വിജയത്തിന് കാരണക്കാരൻ? അതേ മത്താപ്പേ, അതെ ആദർശേട്ടാ, തീർച്ചയായിട്ടും അത് തന്നെയാ എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാ എന്റെ ആദർശേട്ടന്റെ ഈ വീഴ്ചയായിരുന്നു എന്റെ ഒരു പ്രചോദനം. സത്യം പറയാലോ, ആദർശേട്ടനെ ഈ അവസ്ഥയിലെത്തിച്ച ഒരാളെയും വെറുതെ വിടാൻ പാടില്ല എന്ന ചിന്തയാ കടല് പോലെ എന്റെ ഉള്ളില് ഓരോ നിമിഷവും നീറിക്കൊണ്ടിരുന്നത്. വീണുപോയപ്പോഴൊക്കെ സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് ശക്തി നൽകിയതേ ആ കനലായിരുന്നു. പിന്നീട് എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, തിരിച്ചടിക്കാൻ ഉറച്ചു തന്നെയാ വർഷങ്ങൾക്ക് ശേഷം ഞാന് ആദർശേട്ടന്റെ കേസ് ഞാനിപ്പോ റീഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനിയുണ്ടല്ലോ ആദർശേട്ടൻ നോക്കിക്കോ, എന്റെ അച്ഛനാണെന്നോ എന്റെ ഏട്ടനാണെന്നോ ഒരു വൈകാരിക ബന്ധവും നോക്കാണ്ട് ചാരങ്ങാട്ടുകാർക്കെതിരെ ഈ വേണി ആദർശ് ആഞ്ഞടിച്ചിരിക്കും എന്ന് പറഞ്ഞു. വേണി, ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ അച്ഛൻ ഇപ്പൊ ജയിലില്ല. ആ മനുഷ്യൻ സ്വയം ഏറ്റുവാങ്ങിയ ശിക്ഷയത്. അദ്ദേഹം നിന്റെ ശേഖരേട്ടൻ ചിലപ്പോ ഇതിൽ പങ്കുണ്ടാവുമായിരിക്കാം. പക്ഷെ നിന്റെ അച്ഛൻ നിരപരാധിയാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ആദർശേട്ടാ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആദർശനെ എന്റെ അച്ഛനെ അറിയില്ല. ചാരങ്ങാട്ട് മഹാദേവനെ അച്ഛൻ ജയിലിൽ പോയപ്പോ അച്ഛൻ സ്വയം തിരുത്തുമെന്നും പിന്നെ പുതിയൊരു മനുഷ്യനായി മാറുമെന്നൊക്കെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചത് മാത്രമാണ്. അല്ലാതെ ആ മനുഷ്യന് ഒരിക്കലും മാറാൻ കഴിയില്ല. ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ വേണി, നീ എന്തായി പറയണത്? നമ്മളെ ഗൗരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അച്ഛൻ ജയിലിലേക്ക് പോയത്. അച്ഛന്റെ പേരക്കുട്ടി ജയിലിൽ ജനിക്കരുത് എന്ന ആഗ്രഹം മാത്രമായിരുന്നു അച്ഛന്റെ വിചാരം. എന്നോട് ചെയ്ത ഈ ക്രൂരതയ്ക്ക് നിന്റെ അച്ഛന് ഒരു പങ്കുമില്ല വേണി എന്ന് വീണ്ടും ഞാൻ നിന്നോട് പറയാം. നിന്റെ അച്ഛൻ നിരപരാധിയാ എന്ന് ആദർശ് ഇങ്ങനെ കട്ടായം പറയുന്നുണ്ട് കേട്ടോ. ആദർശേട്ടാ, ദേ ആദർശേട്ടൻ ഇപ്പൊ പറഞ്ഞുല്ലോ എന്റെ അച്ഛൻ നിരപരാധിയാണ് എന്ന്. പക്ഷേ എങ്കിലുണ്ടല്ലോ ഒരിക്കലും ഇല്ല കേട്ടോ. അങ്ങനെ നിരപരാധി ആയിരുന്നു എങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ കേസിൽ നിന്ന് ശേഖരേട്ടനെ രക്ഷിച്ചത് അതാരുമല്ല, നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവൻ തന്നെയാട്ടോ. അതുകൊണ്ട് ആ അച്ഛനെ കുറിച്ചാണോ ആദർശേട്ടൻ നിരപരാധി എന്ന് പറയണത്? പറ, എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ ആദർശന് മറുപടി ഇല്ല. ആദർശേട്ടൻ നോക്കിക്കോ, ചാരങ്ങാട്ട് വീട്ടിൽ നിന്ന് ദേ എന്റെ അച്ഛന്റെ കൺമുന്നിൽ നിന്ന് ഞാൻ ശേഖരേട്ടനെ അറസ്റ്റ് ചെയ്തിരിക്കൂട്ടോ എന്ന് പറഞ്ഞു.
ഇങ്ങനെ വേണിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ ആദർശേട്ടന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എങ്ങനെ ജയിലിൽ കിടക്കുന്ന അച്ഛന്റെ മുന്നില് എങ്ങനെ ശേഖരേട്ടൻ എത്തും, പിന്നെ എങ്ങനെ ഞാൻ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് ചിന്തിച്ചത്. എങ്കിൽ എന്താ ആദർശേട്ടൻ കേട്ടോ, ഇന്ന് അച്ഛൻ ജയിൽ മോചിതനാകും. അച്ഛന്റെ ശിക്ഷ കഴിഞ്ഞ് ഇന്ന് പുറത്തിറങ്ങും അച്ഛൻ. അപ്പോ ഇന്നാണ് അച്ഛന്റെ എന്താണെങ്കിലും തിരിച്ചു വരവ് ആഘോഷമായിട്ടായിരിക്കും നമ്മുടെ ചാരങ്കാട്ടുകാർ എന്താ പറയാ ആഘോഷിക്കുന്നത്. ആ സമയത്ത് ആ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ ശേഖരേട്ടനെ അറസ്റ്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ വേണി. അതോടെയാണ് ആദ്യത്തെ ഇത് തീരുന്നത്. അപ്പൊ ഇതിന്റെ തുടർച്ച ഇപ്പൊ തന്നെ, അതായത് നിങ്ങൾ ഇത് കണ്ടു കഴിയുമ്പോഴേക്കും അടുത്ത പടിയായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഉടൻ തന്നെ കാണാം. അപ്പൊ എല്ലാവരും ഇത് കാണുക. അതിന്റെ തൊട്ട് പുറകെ ഇനി ബാക്കി ചാരങ്ങാട്ട മഹാദേവനും നമ്മുടെ ശരവണനും ഒക്കെ കൂടിയിട്ടുള്ള നല്ല അടിപൊളി വിശേഷങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക.